സമാപ്തം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ശ്രീഹരേ നാരായണ 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 നാരായണ. എല്ലാവരും ഗോവിന്ദ വിളിച്ചില്ലേ? ഇനി ഭാഗവതത്തിൻ്റെ അധ്യായം വായിക്കുമ്പോൾ ഇപ്രാവശ്യം അവസരമില്ല, വേറെ ഒന്ന് രണ്ട് അവസരങ്ങൾ ഉണ്ടാവും. പ്രാർത്ഥിക്കാം. കൂടുതലൊന്നും ഈ സന്ദർഭത്തിൽ പറയാനില്ല. അവസാനം പറഞ്ഞത് ഭക്തി ഉണ്ടാവട്ടെ, ഭവിക്കട്ടെ, ഭവിക്കട്ടെ. ഭഗവാന്റെ പാദത്തിൽ അടിയുറച്ച അചഞ്ചലമായ ഭക്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം അവസാനിപ്പിക്കുന്നത്. ഭക്തിശാസ്ത്രമായിട്ടാണ് ഭാഗവതം പറഞ്ഞു വരുന്നത്. ഭവേ ഭവേ. നമുക്ക് വേണമെങ്കിൽ ഈ ശ്ലോകം ഒന്ന് ചൊല്ലി സമർപ്പിക്കാൻ, പിന്നീട് സമയം ഉണ്ടാവില്ല. ഭവേ ഭവേ യഥാ ഭക്തി പാദയോ തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യതഃ പ്രഭോ നാമ സങ്കീർത്തനം യസ്യ സർവ പാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. അവസാനമായിട്ട് പറയുന്നത് ഭഗവാന്റെ പാതാരവിന്ദത്തിൽ ഒരിക്കലും ഇളകാത്ത ഭക്തി ഉണ്ടാവട്ടെ എന്നാണ്. ഭവേ ഭവേ യഥാഭക്തി, അവിടുത്തെ പാതാരവിന്ദത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഏതൊരു ശ്രീഹരിയുടെ നാമസങ്കീർത്തനം കൊണ്ടാണോ കലിയുഗത്തിൽ സകല ദുഃഖങ്ങളില്ലാതാവുക, ആ ശ്രീഹരിയുടെ നാമം നമുക്ക് ജപിക്കാൻ ഈ മനുഷ്യ ജീവിതത്തിൽ ഇടവരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമോ ദുഃഖശമന. പ്രണാമം അല്ലേ? നമസ്കാരം ദുഃഖത്തെ ശമിപ്പിക്കുന്നതാണ്. നമ്മൾ ഓരോ സമയത്ത് വരുന്ന സമയത്തും ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്തും ഗുരുവായൂരൊക്കെ കാണുന്നില്ലേ, അവിടെ ഇവിടെ നമസ്കരിക്കുന്ന കാണുന്നില്ലേ? ഒരു ക്ഷേത്ര ദർശനം പൂർണ്ണമാണെങ്കിൽ നമസ്കരിക്കണം. അതാണ് കേദാറിലും ബദരിയിലൊക്കെ പോകുമ്പോൾ നമസ്കരിച്ചുകൊണ്ടൊക്കെ ആളുകൾ പോകുന്നത്. പ്രണാമത്തിന് വലിയൊരു ശക്തിയുണ്ട്, പ്രദക്ഷിണ നമസ്കാരത്തിന് വലിയൊരു ശക്തിയുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെ വന്നിട്ടുള്ള പാപങ്ങളെ ഇല്ലാതാക്കാൻ യാനി യാനിച്ച പാപാനി ജന്മാന്തര കൃതാനിച്ച താനി താനി വിനശ്യന്തി പ്രദക്ഷിണ പതേ പതേ എന്നാണ്. അപ്പോൾ നമുക്ക് പ്രദക്ഷിണത്തിന് വലിയൊരു ശക്തിയുണ്ട്, നമസ്കാരത്തിന് ശക്തി.